ഗുഡ് മോർണിംഗ് മക്കളെ. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കളിച്ച് നടക്കുന്ന സമയത്ത് കുറച്ച് സമയം എന്ത് വേണം? പഠനത്തിനായിട്ട് ചിലവഴിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ തുറന്ന് വരുന്ന സമയം പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ മക്കളും 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്ക് വരുന്ന മക്കളാണല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ടൊരു വിഷയം കൂടി പഠിക്കാനുണ്ട്. ഏതാണെന്നറിയോ? ഹിന്ദി. അപ്പോൾ ഹിന്ദി ഒരു ഭാഷാ വിഷയം കൂടി നിങ്ങൾ പഠിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന പോലെ തന്നെ ഹിന്ദിയിലും സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദി സാധാരണ വാക്കുകളിലൂടെയാണ് അക്ഷരം പഠിക്കുക. അങ്ങനെ വാക്കുകളിലൂടെയാണ് നിങ്ങൾ അക്ഷരം പഠിച്ച് വരിക. എന്നാലും ടീച്ചർ നിങ്ങൾക്ക് അക്ഷരങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരും. എങ്ങനെ എഴുതുന്നതെന്നൊക്കെ ടീച്ചർ എല്ലാവർക്കും പറഞ്ഞു തരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇപ്പം എല്ലാവർക്കും ഹിന്ദി പഠിക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് പാടിയാലോ? എല്ലാം റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ടീച്ചർ പാടിത്തരുമ്പോൾ മക്കളും കൂടെ പാടുക. ഓക്കെ. तितली रानी पंख फैला के आओ ना. പഠിക്കോ കൂടെ? तितली रानी पंख फैला के आओ ना. तितली रानी फूल फूल में बैठो ना. तितली रानी फूल फूल में बैठो ना. तितली रानी इधर उधर उड़ जाओ ना. तितली रानी इधर उधर उड़ जाओ ना. तितली रानी सबका दिल बहलाओ ना. सबका दिल बहलाओ ना. പാട്ട് ഇഷ്ടായോ? ഒരു പ്രാവശ്യം കൂടി പാടാം. പഠിക്കേ. तितली रानी पंख फैला के आओ ना. तितली रानी फूल फूल में बैठो ना. तितली रानी इधर उधर उड़ जाओ ना. तितली रानी सबका दिल बहलाओ ना. सबका दिल बहलाओ ना. പാട്ട് ഇഷ്ടമായില്ലേ? ഓക്കെ. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ നമുക്ക് പാടാം. ടീച്ചർ കുറേ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഹിന്ദിയിൽ നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ പഠിക്കാനുള്ളത് സ്വരാക്ഷരമാണ്. അപ്പോൾ ടീച്ചർ കാണിച്ചു തരാം മക്കൾക്ക് എങ്ങനെയാണ് അക്ഷരം എഴുതുന്നതാണ്. അപ്പോൾ സ്വരാക്ഷരം ആദ്യം തന്നെ നമ്മൾക്ക് മലയാളത്തിൽ ഏതാ അക്ഷരം ഉള്ളത്? ആദ്യം തന്നെ എന്നുള്ള അക്ഷരം അല്ലേ? അതുപോലെ തന്നെ ഹിന്ദിയിലും ആദ്യത്തെ അക്ഷരം ഏതാ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ടീച്ചർ എഴുതി ശ്രദ്ധിച്ച് നോക്കണേ. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, മുകളിലൊരു വര. കണ്ടോ? ഒന്നുകൂടി നോക്കിയേ. ദാ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇവിടുന്ന് ഇങ്ങനെ ഒരു വര, എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വര. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എന്നുള്ള അക്ഷരം, ഇത് അക്ഷരം ഏതാ? എന്നുള്ള അക്ഷരം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ വര നമ്മൾ വരയുമ്പോൾ ഇങ്ങനെ മാത്രമേ വരയാൻ പാടുള്ളൂ. അത് നീട്ടി വരയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ദേ നോക്കിയേ. ഇങ്ങനെ ഇങ്ങനെ കൈയെടുക്കാതെ എഴുതണം. ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ മുകളിലൊരു വര. ഓക്കെ. ഒന്നെല്ലാവരും എഴുതി നോക്കിയേ. എഴുതാൻ പറ്റുന്നില്ലേ? എളുപ്പമല്ലേ? അപ്പോൾ ഇനി അടുത്ത അക്ഷരം നമുക്ക് മലയാളത്തിലെ പോലെ തന്നെ കഴിഞ്ഞാൽ എന്നുള്ള അക്ഷരമാണ്. ഒന്നിങ്ങോട്ടേക്ക് നോക്കിയാൽ അതും എളുപ്പമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്നുള്ള അക്ഷരം നമ്മൾ ഈ എന്നുള്ള അക്ഷരം എഴുതിയില്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ വന്നു എഴുതുന്ന പോലെ തന്നെ എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വരയും കൂടി ഇട്ടാൽ എന്തായി? മുകളിലൊരു വര.
എന്തായി? ആ എന്നുള്ള അക്ഷരം. ഒന്നുകൂടി നോക്കിയേ. ആ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഒരു വരയും കൂടി വരക്കുക, പിന്നെ മുകളിലൊരു വര. ആ ഏതാ അക്ഷരം? ആ പറഞ്ഞേ. ആ. ഓക്കെ. അപ്പോൾ ആ എന്നുള്ള അക്ഷരം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ എന്ന അക്ഷരത്തിനെ കൊണ്ട് ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ടീച്ചർ പറഞ്ഞുതരാം. ആസേ, ആസേ അനാർ. ആസേ അനാർ. ആസേ അനാർ. ദേ ഇങ്ങോട്ട് നോക്കിയേ നിങ്ങൾ. ആസേ അനാർ. ഓക്കെ. ഇനി അടുത്ത അക്ഷരം നമ്മൾ പറഞ്ഞു ആ അല്ലേ? അപ്പോൾ ആസേ, ആ എന്ന അക്ഷരത്തിനെ കൊണ്ടുള്ളൊരു വാക്ക് കണ്ടോ? ആലു. ആലു. ദേ നോക്കിയേ. ആസേ ആലു. ആസേ ആലു. ഓക്കെ. ഇനി അടുത്ത അക്ഷരം ഏതാ? അടുത്ത അക്ഷരം ഇ. ഇങ്ങോട്ട് നോക്കിയേ. ഈ എഴുതുന്ന ടീച്ചർ കാണിച്ചു തരും. മക്കളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഇ. ഇ ഏതാ അക്ഷരം? ഇ. നോക്കിയേ. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഒന്നുകൂടി നോക്കിയേ. ഇ കണ്ടോ? ഇങ്ങനെ വരഞ്ഞു, ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഇ. അപ്പോൾ ഈ എന്നുള്ള അക്ഷരത്തിനെ കൊണ്ടുള്ളൊരു വാക്ക് നോക്കിയേ. ഈസേ, ഇംലി. നോക്കിയേ. ഈസേ ഇംലി. കണ്ടോ? ഓക്കെ. ഇനി അടുത്ത അക്ഷരം ഈ. അടുത്ത അക്ഷരം ഈ. കണ്ടോ? നമ്മൾ ഈ എഴുതിയില്ലേ? അതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രം. ഈ എഴുതി അതിൻ്റെ മുകളിലോട്ട് ഒരു ദേ ഇങ്ങനെ ഈ. ഈ നോക്കിയേ. ഈ ദാ ഇങ്ങനെ എഴുതി വരച്ചു, മുകളിലോട്ടൊരു കണ്ടോ? അപ്പോൾ ഈസേ ഒരു വാക്ക് പറയട്ടെ. ഈസേ ഈക്. ഈസേ ഈക്. കണ്ടോ? ഈസേ ഈക്. കണ്ടോ? ഈക് കരിമ്പ്. ഓക്കെ. ഓക്കെ. മക്കൾക്ക് മനസ്സിലായോ? ഇനി അടുത്ത അക്ഷരം ഏതാ? ഉ. നോക്കിയേ. ഉ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കണേ. ടീച്ചർ എഴുതുമ്പോൾ നിങ്ങൾ കൂടെ ഒന്ന് എഴുതി നോക്കുക. ടീച്ചർ എഴുതി കഴിഞ്ഞ ശേഷം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. ഉ ദാ ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഉ കണ്ടോ? ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ദാ ഇങ്ങനെ വന്നു, ദാ ഇങ്ങനെ. കണ്ടോ? ഉ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ദാ ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഉ. അപ്പോൾ ഊസേ. ഊസേ ഊവിനെ കൊണ്ടുള്ളൊരു വാക്ക് ഊസേ ഉല്ലു. എന്താ വായിക്കുന്നത്? വായിച്ചേ. ഊസേ ഉല്ലു. ഊസേ ഉല്ലു. കണ്ടോ? ഔൾ മൂങ്ങ. ഊസേ ഉല്ലു. ഇനി അടുത്ത അക്ഷരം ഏതാ? ഊ കഴിഞ്ഞാൽ ഊ. നോക്കിയേ. ഊ എഴുതുന്ന പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രം ശ്രദ്ധിച്ചു നോക്കുക. ഊ പറയുമ്പോൾ ഊ. കണ്ടോ? ഏതാ അക്ഷരം? ഊ. നോക്കിയേ. ഇങ്ങനെ വന്നു, ദാ ഇങ്ങനെ. ഊ. ഒന്നുകൂടി നോക്കിയേ. നമ്മൾ ഊ എന്നുള്ള അക്ഷരം എഴുതി അതുപോലെ തന്നെ ഊ എന്നുള്ള അക്ഷരം എഴുതുന്ന പോലെ തന്നെ ദാ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ആക്കിയാൽ എന്ത് അക്ഷരമായി? ഊ.
അപ്പോൾ ഊ എന്നുള്ള അക്ഷരം പഠിച്ചു. അപ്പോൾ ഊ എന്നുള്ള അക്ഷരത്തിന്റെ ഒരു ഉദാഹരണം, ഒരു വാക്ക് പറയട്ടെ. ഊസേ, ശ്രദ്ധിച്ചേ, നോക്കിയേ. ഊസേ എന്താ വായിക്കുക ഇത്? ഊൻ. എന്താ വായിക്കുക? ഊൻ. ഊസേ ഊൻ. നോക്കിയേ, ഊസേ ഊൻ. കണ്ടോ? വായിച്ചേ ഒന്ന്. ഊസേ ഊൻ. ഓക്കെ, മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ മക്കൾ കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എത്ര അക്ഷരം പഠിച്ചു? 6 അക്ഷരം. ഏതൊക്കെയാ പഠിച്ചത്? നോക്കി എല്ലാവരും. ഫസ്റ്റ് അക്ഷരം ആ, അടുത്തത് ആ, അടുത്ത അക്ഷരം ഇ, അടുത്ത അക്ഷരം ആ ഈ, അടുത്ത അക്ഷരം ഉ, അടുത്ത അക്ഷരം ആ ഊ. അപ്പോ ഈ 6 അക്ഷരങ്ങളും നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യാ മക്കള്? ഈ 6 അക്ഷരവും നോട്ട് പുസ്തകത്തിൽ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കുക. എന്നാൽ നമുക്ക് സ്കൂൾ തുറന്ന് വരുമ്പോഴേക്കും നമുക്ക് അക്ഷരങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ച് വാക്കുകളൊക്കെ പഠിച്ച് എളുപ്പത്തിൽ നമുക്ക് ഹിന്ദി വായിക്കാനും എഴുതാനും ഒക്കെ പറ്റും. അപ്പോൾ അക്ഷരങ്ങൾ ടീച്ചർ പഠിപ്പിച്ചു തരും. ബാക്കിയുള്ള അക്ഷരങ്ങൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.